വികസന വിസ്മയം തീർത്ത പിണറായി സർക്കാർ പെരുമ്പളം ദ്വീപിന്റെ ദീർഘകാലമായ സ്വപ്നം പെരുമ്പളം പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. 50 വർഷം കൊണ്ട് നടപ്പിലാക്കേണ്ട പദ്ധതികൾ 10 വർഷം കൊണ്ട് പൂർത്തീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതു സർക്കാരിന്റെ തുടർ ഭരണത്തിലൂടെയാണ് ഇത്രയധികം പദ്ധതികൾ പൂർത്തീകരിക്കാനായതെന്നും അദ്ദേഹം പറഞ്ഞു. കാലങ്ങളായുള്ള പെരുമ്പളം ഗ്രാമവാസികളുടെ സ്വപ്നങ്ങൾക്കാണ് മുഖ്യമന്ത്രി ചിറകുകൾ നൽകിയത്. കിഫ്ബിയെ എതിർത്തവരുടെ കൺമുന്നിൽ തന്നെ പദ്ധതികൾ യാഥാർത്ഥ്യമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാം ലക്ഷ്യമിടുന്ന നവകേരളം യാഥാർത്ഥ്യമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്ന് നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്നൊരു പൊതുവികാരമായിരുന്നു. ഇവിടെ നടക്കുകയില്ല എന്ന് കരുതിയ ഒട്ടേറെ പദ്ധതികൾ, എന്നാൽ അതൊക്കെ പഴയ ഓർമ്മയായി മാറിക്കഴിഞ്ഞു. നാം ഒരു നവകേരളത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ആ നവകേരളം ഒരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാക്കാനുള്ളതാണ്. ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. തുടർഭരണമാണ് പാലം പൂർത്തിയാക്കാൻ സഹായകരമായതെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. മെയ് 20, 2021 ഈ ഗവൺമെന്റ് വീണ്ടും ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ പദ്ധതിയുടെ പരിശോധനകൾ നടത്തണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. എല്ലാ മാസവും പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രത്യേക സംവിധാനങ്ങളുടെ പട്ടികയിൽ ഈ പദ്ധതി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനകൾ, റിവ്യൂ നടന്നിരുന്നു. ഇടയ്ക്കിടെ ഞങ്ങളൊരു ടീം നേരിട്ട് ഫീൽഡിൽ വന്ന് ഈ പദ്ധതി പൊതുവെ പരിശോധിച്ചിരുന്നു. ഇങ്ങനെ നാട് ഏറെ ആഗ്രഹിച്ച കുട്ടനാടിൻ്റെ സമസ്ത മേഖലകളിലും വലിയ കുതിപ്പിന് കാരണമാകുന്നൊരു പദ്ധതിയാണ് AC റോഡ് എന്നുള്ളത് നമുക്കറിയാം. ഉച്ചയ്ക്ക് 1 മണിയോടെ പാലത്തിലെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, P പ്രസാദ് കൂടാതെ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നാണ് നാടമുറിച്ച് പാലം തുറന്നുകൊടുത്തത്. പിന്നീട് KSRTCയുടെ പുതിയ സർവീസുകളും തുടങ്ങി. പെരുമ്പളം ഗ്രാമത്തിലെത്തിയ മുഖ്യമന്ത്രിയെ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത്. കൈരളി ന്യൂസ്, ആലപ്പുഴ.